അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. ലാസ്റ്റ് ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. സോ ഇൻ ക്വസ്റ്റ്യൻ നമ്പർ 32 to 36 എ ക്വസ്റ്റ്യൻ ഫിഗർ ഇസ് ഗിവൺ ഓൺ ദ ലെഫ്റ്റ് സൈഡ് ആൻഡ് 4 ആൻസർ ഫിഗേഴ്സ് മാർക്ക്ഡ് A, B, C, D are given on the right side. Select the answer figure which can be formed from the cut out pieces given in the question figure. നമ്മുടെ ക്വസ്റ്റ്യൻ ഫിഗർ ഉണ്ടല്ലോ, 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. അതിൽ ലെഫ്റ്റ് സൈഡിൽ കുഞ്ഞു ബോക്സിൽ തന്നിട്ടില്ലേ, അതൊക്കെയാണ് കട്ട് ചെയ്ത പീസസ്. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വലത്തെ സൈഡ് ഏത് ഫിഗറാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക ഈ കട്ട് ചെയ്ത പീസ് വെച്ചിട്ട് എന്നുള്ളത് നമ്മൾ പറയണം. സോ darken the circle in the OMR answer sheet against the number corresponding to the question. പറയൂ. 33 ക്വസ്റ്റ്യൻ നമ്പർ ലെഫ്റ്റ് സൈഡിൽ ക്വസ്റ്റ്യൻ ഫിഗറൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് റൈറ്റ് സൈഡിലൂടെ ഫിഗർ ഉണ്ടാക്കണം. പറയൂ. ഫസ്റ്റ് വൺ ദയ പറയുന്നു. കിഷാൻ ഫസ്റ്റ് വൺ തന്നെ അല്ലേ? ശരിയാണ്. ഈ ഒരു പാർട്ട് പിന്നെ ഈ 4 പാർട്ട് വന്നിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടുണ്ട്. കറക്റ്റ് തന്നെ. നെക്സ്റ്റ് 34 ക്വസ്റ്റ്യൻ നമ്പർ 34 ബി ആണോ? യെസ്, കറക്റ്റ്. ഇനി 35 ഓപ്ഷൻ ഓപ്ഷൻ എ അല്ലേ? ഓക്കെ, നോക്കാം. ഉറപ്പാണോ? ഓക്കെ. 36 ലാസ്റ്റ് വണ്ണിൽ ഈ പീസ് ഉണ്ടോ? ഫസ്റ്റ് വൺ ദയ പറയുന്നു ഫസ്റ്റ് വണ്ണ്. കിഷാൻ ഒന്നും കൂടി നോക്കൂ. ഈ പീസ് ഉണ്ട്, പിന്നെ ഇത് താഴത്തെ ഇതുണ്ട്. അപ്പോൾ ഇതെവിടെ? ഇത് രണ്ടും വേണ്ടേ? അതില്ലല്ലോ. അപ്പോൾ ഡി അല്ല, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ ക്വസ്റ്റ്യൻ നമ്പർ 37 to 40 എ ക്വസ്റ്റ്യൻ ഫിഗർ ഇസ് ഗിവൺ ഓൺ ദ ലെഫ്റ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡിലുണ്ട്. ആൻഡ് 4 ആൻസർ ഫിഗേഴ്സ് മാർക്ക്ഡ് A, B, C, D ആർ ഗിവൺ ഓൺ ദ റൈറ്റ് സൈഡ്. റൈറ്റ് സൈഡിൽ 4 ഫിഗർ ഉണ്ട്. സെലക്ട് ദ ആൻസർ ഫിഗർ ഇൻ വിച്ച് ദ ക്വസ്റ്റ്യൻ ഫിഗർ ഇസ് ഹിഡൻ എംബെഡഡ്. Darken the circle in the OMR answer sheet against the number corresponding to the question. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഷേപ്പ് ഈ ആൻസർ ഫിഗറിൽ എവിടെയാണ് ഹിഡൻ ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. നോക്കൂ. ആണോ? ഫസ്റ്റ് വൺ കൃത്യമായിട്ട് വരുന്നുണ്ടോ? നോക്കാലോ. ഈ ഒരു ഷേപ്പ്, ഇത് കറക്റ്റ്. ഇനി 38 പറയൂ. ഫസ്റ്റ് വണ്ണാ? കിഷാൻ എന്ത് പറയുന്നു? ഫസ്റ്റ് വൺ തന്നെ അല്ലേ? ഓക്കെ. 38ഉം കറക്റ്റാണ്. 39 കിഷാൻ എന്ത് പറയും? ഫസ്റ്റ് വൺ. ഓക്കെ, കറക്റ്റാണ്. ക്വസ്റ്റ്യൻ നമ്പർ 40 സി ആണെന്ന് ദയ പറയുന്നു, ബി ആണെന്ന് കിഷാൻ പറയുന്നു. നോക്കാം. കിഷാൻ ഇവിടെ നോക്കൂ. ഇതിവിടെ ഉണ്ട്, ഇതിവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഓപ്ഷൻ സിയിലല്ലേ ഉള്ളത് 40? അങ്ങനെ ഇത് വന്നിട്ട് ഇതായി പോയില്ലേ, ബോക്സിൻ്റെ കോർണറായിപ്പോയി. ദയ പറഞ്ഞത് അല്ല, കിഷാൻ പറഞ്ഞത് സെക്കൻഡ് വൺ അല്ലേ? ഇതിൽ കൃത്യമായിട്ട് വരുന്നുണ്ട് ദയ. നോക്കൂ, ഇതിൽ സെൻറ്റർ പാർട്ടിലേ വരുന്നുണ്ട്. ഇത് സൈഡിലല്ലേ? ഒന്നാമത്തെ ഇതിൽ ഈ ഒരു സ്പേസ് ഉണ്ടല്ലേ, ഈ ഒരു സ്പേസ് കുറച്ചും കൂടി കൂടുതലാണ്. സെക്കൻഡ് വണ്ണാണ് കറക്റ്റ് കേട്ടോ. കിഷാൻ പറഞ്ഞത് കറക്റ്റ്. ഇനി അർത്ഥമെറ്റിക് ടെസ്റ്റാണ്. വളരെ എളുപ്പമാണ് ക്വസ്റ്റ്യൻസൊക്കെ. ഫോർ എവറി ക്വസ്റ്റ്യൻ 4 probable answer as A, B, C, D are given
Only one out of these is correct. Choose the correct answer and darken the circle in the OMR answer sheet against the number corresponding to the question. So first question ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കൂ, ഒന്നുകൂടി ഞാൻ സൂം ചെയ്യിപ്പിക്കാം. ഇതിൽ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഗിവൻ വന്നിട്ട് 154 ഇൻറ്റു 18 നമുക്ക് ആൻസർ തന്നിട്ടുണ്ട്. 154നെ 18 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് അവിടെ തന്നിരിക്കുന്നത് 2772 എന്ന്. ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 27.72 ഡിവിഷൻ 1.8? അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നോക്കൂ, 22നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 11 കിട്ടും. അതേ 11നെ ഇല്ലേ നമ്മൾ തിരിച്ചും പറയാമല്ലോ, 22ന് ഇവിടെ വെച്ചു, ഇത് ഡിവൈഡഡ് ബൈ ആ സൈഡ് വരുമ്പോൾ ഇൻറ്റു എന്നാണ് വരിക. അപ്പോൾ 22 കിട്ടിയില്ലേ? ഈ ഒരു നമ്പറിനെ വേണമെങ്കിൽ സിമ്പിൾ നമ്പറെ പറഞ്ഞുതരാം. ഇപ്പോൾ 6നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 18 കിട്ടില്ലേ? അതേ 18നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് കിട്ടും? 6 കിട്ടില്ലേ? അല്ലേ? അതുപോലെ ഇവിടെ 154നെ 18 കൊണ്ട് ഗുണിക്കുമ്പോൾ 18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2772 നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 2772നെ 18 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് കിട്ടും? ഈ സംഭവം കിട്ടില്ലേ? 154 കിട്ടില്ലേ? കിട്ടില്ലേ? ഇവിടെ 6 കിട്ടിയ പോലെ ഈ 154 ഇവിടെ കിട്ടില്ലേ? കിട്ടും. അപ്പം അങ്ങനെ ഇരിക്കും. ഇവിടെ എന്താ ഒരു ഡിഫറെൻറ്റ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പോയിൻ്റ് ഉണ്ട്, ഇവിടെയും പോയിൻ്റ് ഉണ്ട്. പോയിൻ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ എന്ത് പോയിൻ്റാണ് വരേണ്ടത് എന്ന് ആലോചിച്ച് ആൻസർ ചെയ്യൂ. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആഡ് ചെയ്യും, പോയിൻ്റ് ഉള്ള സ്ഥാനത്തിന് പോയിൻ്റ് ശേഷം വരുന്ന സ്ഥാനത്തിന് ആഡ് ചെയ്യും. അതേ നമ്മൾ ഡിവിഷൻ ചെയ്യുമ്പോൾ പോയിൻ്റ് ശേഷം വരുന്ന നമ്പേഴ്സിനെ എത്ര സ്ഥാനമുണ്ടോ അതിനെ മൈനസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ആൻസർ എന്തായിരിക്കും പറയൂ? എന്തായിരിക്കാം? ഒന്നുകൂടി പറയാം. ഇപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് വെച്ചോ, ഇപ്പോൾ 2.4 ഇൻറ്റു 1.2 എന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ സിമ്പിൾ നമ്പർ പറയാം. ഇപ്പോൾ 11നെ 11 കൊണ്ട് അല്ലെങ്കിൽ 26നെ കൊണ്ട് നമ്മൾ ഗുണിക്കുകയാണ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചെയ്യണം. ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. ഇതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്ത് വരുന്ന ആൻസർ 286 എന്നാണ് കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മൾട്ടിപ്ലിക്കേഷൻ ആയത് കാരണം പോയിൻ്റ് ശേഷം ഇവിടെ ഒരു ഡിജിറ്റ്, പോയിൻ്റ് ശേഷം ഇവിടെ ഒരു ഡിജിറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു ഡിജിറ്റ് ഉണ്ട്, ഇവിടെ ഒരു ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ 2 ഡിജിറ്റ് മാറ്റി നിർത്തിയിട്ട് നമ്മൾ പോയിൻ്റ് വെക്കും. വലത്തെ സൈഡിൽ നിന്ന് 1 2 അപ്പോൾ ഇവിടെ പോയിൻ്റ് വെക്കും. ഇതേ നമ്മൾ ഡിവിഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും എന്ന് നോക്കുമ്പോൾ ഇവിടെ നോക്കൂ, 2.86നെ 2.6 കൊണ്ട് ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഈ 1.1 ആണ് വരിക എന്തായാലും, അല്ലേ? ഇതിനെ കൊണ്ട് ഇതിനെ ഡിവിഷൻ ചെയ്യുമ്പോൾ എന്താണ് ഇതെങ്ങനെ? ഇപ്പോൾ മേലെ 2 പോയിൻ്റ് ശേഷം 2 ഡിജിറ്റ് ഉണ്ട്, ഇവിടെ പോയിൻ്റ് ശേഷം 1 ഡിജിറ്റ്. അപ്പോൾ നമ്മൾ ഈ ഡിവിഷൻ വരുമ്പോൾ എന്ത് ചെയ്യണം? പോയിൻ്റ് ശേഷം 2 ഡിജിറ്റ് ഉണ്ട്, പോയിൻ്റ് ശേഷം 1 ഡിജിറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മൈനസ് ആണ് ചെയ്യേണ്ടത്. 2 ഡിജിറ്റ് മേലെ, താഴെ 1 ഡിജിറ്റ്. അപ്പോൾ മൈനസ് ചെയ്യുക. 2 - 1 എത്രയാണ്? 1. അപ്പോൾ 1 ഡിജിറ്റ് മാറ്റി നിർത്തിയിട്ട് വേണം നമ്മൾ പോയിൻ്റ് വയ്ക്കാൻ. ക്ലിയർ ആണോ? അതുപോലെ നമുക്ക് ഇവിടെ എന്താ ആൻസർ വരിക എന്ന് വെച്ചാൽ പോയിൻ്റ് ശേഷം 2 ഡിജിറ്റ് ഉണ്ട്, പോയിൻ്റ് ശേഷം 1 ഡിജിറ്റ്. 2 - 1 എത്രയാണ്? 1 ആണ് വരിക. അപ്പോൾ 15.4 ആൻസർ വരിക. ഓക്കെ ആണോ? ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതിങ്ങനെ പഠിച്ചു പോവും. ഇതൊക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നതാണ്. പക്ഷെ വീണ്ടും ഇപ്പോൾ പറഞ്ഞു തരാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറന്നുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനി മറക്കരുത്. ഓക്കെ, ഇതുപോലെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തു പോകണം. സോ മറക്കരുത്. ഇതിപ്പോൾ വന്നിട്ട് ഒരു ട്രയാങ്കിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. മെൻസുറേഷനാണ് വരുന്നത്. ഇത് ഡിസ്കസ് ചെയ്യുന്നില്ല. ഇതിൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇപ്പോൾ ഇവിടെ നോക്കൂ, x/25 which is equal to 196/x. Then x is equal to, ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ എന്തായിരിക്കാം ആൻസർ? എക്സിനെയൊക്കെ നമ്മൾ ഒരു സൈഡ് ആക്കണം. അപ്പോൾ x/25 which is equal to 196/x എന്നുണ്ട്.
എക്സിനെ ഒരു സൈഡാക്കുക. ഈ എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഡിവിഷനിലല്ലേ ഉള്ളത്, ഇങ്ങോട്ട് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷനാണ് ആവുക. അതേപോലെ 196 ഇൻറ്റു 25 എന്നാണ് ആവുക. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ എന്നാണ് നമ്മൾ പറയേണ്ടത്. സോ 196 ഇൻറ്റു 25. കുറച്ച് ദിവസം മുന്നിൽ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എക്സ് ഇതിൻ്റെ മേലെ 2 ഉണ്ട് പറഞ്ഞാൽ ഇത് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ റൂട്ടായിട്ട് മാറും. 196 ഇൻറ്റു 25 റൂട്ട് എടുക്കുമ്പോൾ 196നെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 14, പിന്നെ 25നെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5. അപ്പോൾ ആൻസർ വന്നിട്ട് 70 കിട്ടും. ഇതങ്ങനെ തന്നെ എഴുതി വെക്കൂ. നോട്ടിലൊന്ന് നോട്ടുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ചോളൂ. ഇത് റൂട്ടിൻ്റെ ആണ്. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം, ക്ലാസ്സിൽ ഒന്നും കൂടി പറഞ്ഞുതരാം. ഇതും ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ദി ഫോളോയിങ് എക്സ്പ്രഷൻ. ഇതൊന്ന് ചെയ്യാൻ പറ്റും, ഒന്ന് ചെയ്ത് നോക്കൂ. 349 ഇൻറ്റു 51 പ്ലസ് 632 ഡിവിഷനാണ് കേട്ടോ, അത് ഡിവിഷനാണേ, ഡിവിഷൻ 31. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന് ചെയ്ത് നോക്കൂ. ആദ്യം ഏതാണ് ചെയ്യേണ്ടത്? ബ്രാക്കറ്റിനുള്ളിലുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. സോ 632 ഡിവിഷൻ 31 ആദ്യം ചെയ്യൂ, നിങ്ങൾക്കൊരു ആൻസർ കിട്ടും. അതിനെ ഇത് രണ്ടും മൾട്ടിപ്പിൾ ചെയ്ത് ഒരു ആൻസർ കിട്ടും. പിന്നെ ഇത് രണ്ടിനും പ്ലസ് ചെയ്യാണ് വേണ്ടത്. ഒന്ന് ചെയ്തിട്ട് പറയൂ ആൻസർ. ഞാൻ 632നെ 31 കൊണ്ടല്ലേ? ആണ്, 31 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പറഞ്ഞോളൂ. ആൻസർ ബി ആണോ? ആൻസർ ബിയോ? ബി ആണോ കിട്ടുന്നത്? അല്ലല്ലോ. 632നെ 31 കൊണ്ട് ഡിവൈഡ് ചെയ്യൂ, എത്ര തവണ വരും? 2 പ്രാവശ്യം വരും. അപ്പം 62 വരും. ബാലൻസ് നമുക്കിവിടെ 12 ആണ് വരിക അല്ലേ? 3 2 പോയാൽ 1, 2നെ താഴെ ഇറക്കിയിട്ടു. 12ൽ എന്തായാലും 31 പോവില്ല. 12 കുഞ്ഞു നമ്പറല്ലേ 31നേക്കാളും. അപ്പോൾ നമ്മളിവിടെ ഒരു പോയിന്റ് വെച്ചു, ഇവിടെ ഒരു 0നെ ചേർത്തി, ശരിയല്ലേ? അപ്പോൾ 120ൽ ഈ 31 എത്ര തവണ ഉണ്ടാവും? ഏകദേശം 4 തവണ ഉണ്ടാവും. നോക്കൂ, 3 4s അല്ലേ 12 വരുന്നത്. അങ്ങനെയാണ് ഞാനിവിടെ 4 എഴുതി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 12 വന്നു, മീൻസ് 120 വരും. 31 ഇൻറ്റു 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 124 ആണ് വരിക. അപ്പോൾ നമ്മൾ അതിനേക്കാളും ചെറിയ നമ്പർ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇത് വലുതായില്ലേ, അത് കാരണം ചെറിയ നമ്പർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം 2 ഉണ്ട്, വീണ്ടും 3 കൊണ്ട് നോക്കുക. 3 കൊണ്ട് നോക്കുമ്പോൾ നമുക്ക് എത്ര വരും? 93 വരും. ബാലൻസ് സംതിങ് വരുന്നുണ്ടാവും. ഇവിടെ 7ഉം
ഇവിടെ 27 എന്ന് വരുന്നുണ്ടാവും. 2.3 ആണ് നമുക്ക് ഈ ഭാഗത്ത് കിട്ടുന്നത്. ഈ ഒരു ബ്രാക്കറ്റിലുള്ള നമ്പറിന് പകരം ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് 2.3. ഇനി 349നെ 51 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യൂ. അപ്പോൾ എത്ര കിട്ടും? 9, ഇവിടെ 4, ഇവിടെ 3. 9 5s are 45, ഇവിടെ 4, 4 5s are 20 plus 4 24, ഇവിടെ 2, 3 5s are 15, 15 plus 2 17 വരും. 1779 ആണ് നമുക്ക് വരുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ എന്തിനെ ആഡ് ചെയ്യണം? 2.3നെ ആഡ് ചെയ്യണം. ഈ 2.3 ആ 3നെ ഇങ്ങനെ തന്നെ വെച്ചോളൂ. 9 + 2 1 ആണ്. ഇവിടെ 1. ഒരു മിനിറ്റ്, നമ്മൾ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് എക്സ്പ്രഷൻ്റെ. ഒരു മിനിറ്റ്, നമ്മൾ ഇത്രയും ടഫാക്കി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇവിടെ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 349ൻ്റെ അടുത്ത് വരുന്ന റൗണ്ട് ആക്കാൻ പറ്റുന്ന നമ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 350 ആണ്. അപ്പോൾ 350 × 51 എടുത്ത് നോക്കിയാലും മതി കേട്ടോ. ഇവിടെ 0, 350, 25, ഇവിടെ 0, 25, ഇവിടെ 2, 15, 70. 17850ൻ്റെ അടുത്ത് വരുന്നുണ്ട്. 17 ഓക്കെ. 17850ൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് ഇതിൻ്റെ അടുത്ത് വരുന്ന ഇതിൻ്റെ കൂടെ നമ്മൾ 2.3നെയും ആഡ് ചെയ്യുമ്പോൾ 17852 ആണ് വരുന്നത് ഏകദേശം, അല്ലേ? ഏകദേശം അതാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നിയറസ്റ്റ് വാല്യൂ ഏതാണ്? ഓപ്ഷൻ സി അല്ലേ? അപ്പോൾ അതാണ് ആൻസർ. 45 ആണ് ആൻസർ. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ആസ് യൂഷ്വൽ നമ്മൾ അവിടെ തന്നിരിക്കുന്ന നമ്പർ തന്നെ ചെയ്തിട്ട് റൗണ്ട് ആക്കിയാലും മതി കേട്ടോ. കാണിച്ചു തരാം എങ്ങനെയാണെന്ന് നോക്കൂ. 349 × 51 പറഞ്ഞിട്ടില്ലേ? അതാദ്യം ചെയ്യുക. അപ്പം 9, ഇവിടെ 4, ഇവിടെ 3, പിന്നെ 45 വരും, ഇവിടെ 4 വരും, 20, 24, ഇവിടെ 2, 15, 15 + 2 17 വന്നു അല്ലേ? ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 9, ഇവിടെ 7, ഇവിടെ 17. ഓക്കെ, ഇത്രയാണ് കിട്ടുന്നത്. ഇതിൻ്റെ കൂടെ 2.3നെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് നമുക്ക് വരുന്നത്. 17,801.3ൻ്റെ അടുത്ത് വരുന്നുണ്ട്. അത് അതിൻ്റെ അടുത്ത് വരുന്ന വാല്യൂ ഏതാണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമ്പർ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഓർമ്മയുണ്ടോ നോക്കൂ, ഒന്ന് ട്രൈ ചെയ്യൂ. In a school, 3/5 of the children are boys and the number of girls is 800. The number of boys is 3/5 of children. ചിൽഡ്രൻ്റെ 5ൽ 3 ഭാഗം മാത്രമാണ്. അപ്പോൾ 5 ഭാഗം എടുക്കുക. ഈ 5ൽ 5 ഭാഗം എടുത്തു. അതിൽ 3 ഭാഗവും ആരാണ്? ഈ പറയുന്ന ബോയ്സ് ആണ്. ഒന്നുകൂടി വൃത്തിയായിട്ട് വരയ്ക്കാം കേട്ടോ. ഒരു മിനിറ്റ്. ഇപ്പം താഴെ ഉള്ളതല്ലേ ടോട്ടൽ പാർട്സ്. ടോട്ടൽ പാർട്സിൽ 3 പാർട്സും ആരാണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. 3/5 ആരാണ്? ബോയ്സ് ആണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സോ ഇത് മൊത്തം ബോയ്സ് ആണ്. ഈ 3 ബോക്സും ബോയ്സ് ആണ്. 1 2 3 3 ബോക്സും എത്രയാണ്? ബോയ്സ് ആണ്. അപ്പോൾ ഈ 2 ബോക്സ് ആരായിരിക്കും? ഗേൾസ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഗേൾസ് എത്രയാണ്? 2/5 ആണ്. ഏതിൻ്റെ 2/5? ടോട്ടൽ ചിൽഡ്രൻ്റെ 2/5. അത് എത്രയാണെന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്? 800 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ചിൽഡ്രൻ എത്രയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 800. ഈ 2/5 ഈക്വൽ ടുൻ്റെ ആ സൈഡ് പോകുമ്പോൾ 5/2 എന്നാണ് കിട്ടുക. അപ്പോൾ 400 അടിച്ചു കൊടുത്താൽ 2000 ആണ് ആൻസർ വരിക. ഇത് ചെറുതായിട്ടൊന്ന് പഠിക്കണം. എളുപ്പത്തിൽ എങ്ങനെയാണ് പഠിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ദ നമ്പർ ഓഫ് ഗേൾസ് വന്നിട്ട് 800. അപ്പോൾ ഈ 2 ബോക്സിലാണ് 800 ഉള്ളത് അല്ലേ? അല്ലേ, ഈ 2 ബോക്സിൽ 800 ഉണ്ട്. അപ്പോൾ ഒരു ബോക്സിൽ എത്രയായിരിക്കും? 400 ആയിരിക്കും, ശരിയല്ലേ? 2 ബോക്സിൽ 800 വരണമെങ്കിൽ ഓരോരോ ബോക്സിലും 400 400 അല്ലേ വരിക. അപ്പോൾ 5 ബോക്സിലും ഉള്ള ആൾക്കാരുടെ എണ്ണം അല്ല സോറി കേട്ടാ, ഇവിടെ ടോട്ടലല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ബോയ്സിൻ്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ 2000 അല്ല വരിക. ഇപ്പം നോക്കൂ, ഓരോരോ ബോക്സിലും ഇപ്പോൾ 5 ബോക്സ് ഉണ്ടായിരുന്നു, അതിൽ 3 ബോക്സിൽ ബോയ്സ് ആണെങ്കിൽ ബാക്കി 2 ബോക്സിലും ഗേൾസ് ആയിരിക്കും. അത് ടോട്ടൽ അവർ പറഞ്ഞിട്ടുണ്ട് 800 എന്ന്. അപ്പോൾ ഈക്വലായി ഡിവൈഡ് ചെയ്തെങ്കിൽ ഇവിടെ 400ഉം ഇവിടെ 400ഉം ആണ് വരിക. അപ്പോൾ ഇവർ ചോദിച്ചിരിക്കുന്നത് ബോയ്സിൻ്റെ എണ്ണം എത്രയാണെന്ന്. അപ്പോൾ ഇവിടെ 400, ഇവിടെ 400, ഇവിടെ 400, എത്ര വരും? 400 + 400 + 400 എത്ര വരിക? ആൻസർ 200. യെസ്, മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, ഇനി ആവറേജിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല. അടുത്ത ക്വസ്റ്റ്യൻ പോവാം. ഇത് ടൈമിൻ്റെ ഈ പോർഷനൊക്കെ ഇനി എടുക്കാനുണ്ട് കേട്ടോ. ഇത് പറയൂ, വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 4 പ്രൈം നമ്പേഴ്സ്? ഫസ്റ്റ് 4 പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 11. ശരി, ഫസ്റ്റ് 4 പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് പറയൂ. 2, 3, 5, 7. അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? ഫിഫ്ത്ത് പ്രൈം നമ്പർ അല്ല ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെ ആഡ് ചെയ്താൽ എന്ത് വരുന്നതാണ്? അപ്പോൾ 17. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കൂ. ആദ്യം നമ്മൾ ബോർഡ് മാസ്റ്റർ റൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്, ബ്രാക്കറ്റിലുള്ളതിനെ ആദ്യം പ്രൊസീഡ് ചെയ്യുക എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കൂ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 3 × 13 + 6 × 7, ഒരു ബ്രാക്കറ്റ് ഉണ്ട്. പിന്നെ ഡിവിഷൻ ആണ് കേട്ടോ, ഡിവിഷൻ 11 × 3 -12 -4 × 2 ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കൂ, എന്താ ആൻസർ കിട്ടണമെന്ന് നോക്കാം. 52 കേട്ടോ. ബോർഡ് മാസ്റ്റർ റൂൾ ഓർമ്മയുണ്ടോ? ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യുക. ഓഫ് പറഞ്ഞാൽ ഓഫ് പറഞ്ഞാലും ഇൻറ്റു പറഞ്ഞാലും സെയിം ആണ്. പിന്നെ ഡിവിഷൻ ഉള്ളത് ചെയ്യുക, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, ലാസ്റ്റാണ് സബ്ട്രാക്ഷൻ ചെയ്യാൻ പോകുന്നത്. എത്രയാണ്? 1 ആൻസർ വന്ന്? 52 അല്ലടാ, 2.
അല്ലല്ല 1 തന്നെയാണ് കറക്റ്റ് തന്നെ ആൻസർ 1 തന്നെയാണ് കറക്റ്റാണ് എങ്ങനെയാ ചെയ്ത് എന്തിടാ ബുക്കിൽ നേരത്തെ ഉള്ള റൂളും വെച്ച് നോക്കി ചെയ്തു നിന്റെ കയ്യിലുള്ള ബുക്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ അതിലല്ല മാം ചെയ്തില്ലേ ആ ക്ലാസ് ഒക്കെ എടുത്തതില് ബോട്ട് മാസ് റൂളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ ആണ് അതില് ചെയ്തതുപോലെ ചെയ്ത് നോക്കിയില്ലേ ഗുഡ് സോ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യണം സോ ഈ ബ്രാക്കറ്റ് ആദ്യം ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് സോ 3 അവിടെ തന്നെ എഴുതി കൊടുക്കുക ഇനി 13 + 6 × 7 ഇതിൽ ഏതാണ് ആദ്യം ചെയ്യുക മൾട്ടിപ്ലിക്കേഷനാണ് ആദ്യം ചെയ്യുക സോ 6 × 7 42 വരുന്നത് 42 ആ 42നെ 13ൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 55 വരുന്നുണ്ടാവുക അതവിടെ എഴുതി കൊടുക്കുക പിന്നെ നമുക്ക് വരുന്നത് ഡിവിഷനാണ് അതവിടെ തന്നെ ഇരുന്നോട്ടെ 11 × 3 എത്രയാ 33 മൈനസ് ഇനി അടുത്ത ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം സോ ഇതിൽ ആദ്യം എന്താ ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻസ് 4 × 2 = 8 ആണ് വരുന്നത് 12 - 8 എത്രയാണ് 4 വരിക ഇനി നമ്മൾ ചെയ്യേണ്ടത് 3നെ കൊണ്ടുപോയിട്ട് 55ൻ്റെ കൂടെ മൾട്ടിപ്പിൾ ചെയ്യണം നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ എത്ര പേരുണ്ടായിരിക്കും 3നെ 55 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തപ്പോൾ എത്രയാണ് കിട്ടിയത് 3നെ 55 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത അതായ എത്ര കിട്ടി ശരി ഞാൻ അത് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടത് സോ 3 ഇൻറ്റു ഈ ബ്രാക്കറ്റിനെ നമ്മൾ പുറത്തെടുക്കുമ്പോൾ ഇൻറ്റു എന്നാണ് എഴുതേണ്ടത് കേട്ടോ 55 എഴുതി ഡിവിഷന് താഴെ ഡിവിഷൻ ഇടുമ്പോൾ താഴെ എഴുതുക അപ്പോൾ 33 മൈനസ് 4 എന്ന് ഞാൻ എഴുതി കൊടുത്തു ഓക്കെ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 55ഉം 33ഉം 11ൻ്റെ ടേബിളിലാണ് വരിക ഈ 55 11ൻ്റെ ടേബിളിൽ 5 തവണയും 33 വന്ന് 11ൻ്റെ ടേബിളിൽ 3 തവണയും വരും വീണ്ടും ഈ 3നെ ഈ 3 കൊണ്ട് ക്യാൻസൽ ചെയ്യുക സോ 5 - 4 മാത്രമേ ഇനി ബാക്കിയുള്ളൂ ഏതാണ് 5 - 4 അത് മൈനസ് ചെയ്താൽ 1 ആൻസർ 1 ആണ് ഓക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ദാറ്റ് ഡിവൈഡ്സ് 270 ആൻഡ് 426 ഏതൊക്കെയാണ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ദാറ്റ് ഡിവൈഡ്സ് 270 ആൻഡ് 426 ലീവിങ് 6 ആസ് എ റിമൈൻഡർ ഇൻ ഈച്ച് കേസസ് ഏതോ ഒരു നമ്പർ ഉണ്ട് ആ നമ്പറിനെ കൊണ്ടുവന്നിട്ട് 270നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും 270നെ ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും 426നെ ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും നമുക്ക് 6 വന്ന് റിമൈൻഡർ ആയിട്ട് കിട്ടുന്നു അങ്ങനെയാണെങ്കിൽ ആ നമ്പർ ഏതാണ് എന്നാണ് എന്താ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഒരു നമ്പർ ഉണ്ട് അത് ഏതാണെന്ന് നമുക്ക് പറഞ്ഞിട്ടില്ല ആ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം ആ നമ്പർ ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് HCF LCM പറഞ്ഞ ടോപ്പിക്കിന് താഴെ ഇത് പറഞ്ഞു തന്നിട്ടുണ്ട് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ദാറ്റ് ഡിവൈഡ്സ് 270 ആൻഡ് 426 ലീവിങ് 6 ആസ് റിമൈൻഡർ ഇൻ ഈച്ച് കേസസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ റിമൈൻഡർ എന്ന് പറഞ്ഞ വേർഡ് വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 270 ഇവിടെ റിമൈൻഡർ 6 കിട്ടണം 426 റിമൈൻഡർ 6 കിട്ടണം പക്ഷെ നമ്മൾ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് 270നെയും നമ്മൾ 6 കൊണ്ട് 6 കൊണ്ട് മൈനസ് ചെയ്യണം അതേസമയം 426നെയും 6 കൊണ്ട് മൈനസ് ചെയ്യണം എന്നിട്ട് നമുക്ക് കിട്ടുന്ന നമ്പർ ഉണ്ടല്ലേ 263 ഇവിടെ കിട്ടും ഇവിടെ കിട്ടുന്ന നമ്പർ 420 ഈ രണ്ട് നമ്പറിന് നമ്മൾ HCF കണ്ടെത്തണം അതാണ് ഗ്രേറ്റസ്റ്റ് നമ്പർ കിട്ടുക HCF കണ്ടെത്തൂ എന്താ വരുന്നത് നോക്കൂ HCF ഓർമ്മയുണ്ടാ ചെയ്ത് നോക്കൂ
192. എത്രയപ്പോൾ 192. 192 ഈ പറഞ്ഞ HCF ആയിട്ട് കിട്ടില്ലല്ലോ. ഒന്നുകൂടി ട്രൈ ചെയ്യൂ. ചെയ്ത് കാണിച്ചു തരട്ടെ. ഇപ്പോൾ നമ്മൾ ഏതൊക്കെ നമ്പറിൻ്റെ HCF 263 ആദ്യം നോക്കാം. സോ 263 എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത്, അല്ല ഒരു മിനിറ്റ്, ഇവിടെ 264 ആണ് കേട്ടോ വരിക. 270 60 പോയി കഴിഞ്ഞാൽ 264 ആണ് വരിക കേട്ടോ. സോ നോക്കൂ, ഇതാദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 1 3 2 എന്ന് വരും. പിന്നെ വീണ്ടും 2 കൊണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും, കിട്ടുന്നത് 66 കിട്ടും. വീണ്ടും 2 കൊണ്ട് 33, പിന്നെ 3 കൊണ്ട് 11, ഇത്രയാണ് കിട്ടുക. ഈ ഭാഗത്ത് 420 നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ 210, വീണ്ടും 2 കൊണ്ട് 105, വീണ്ടും 3 കൊണ്ട് ചെയ്യുമ്പോൾ 35 എന്ന് കിട്ടും, വീണ്ടും 5 കൊണ്ട് ചെയ്യുമ്പോൾ 7. ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. സോ 264 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് 2 × 2 × 2 × 3 × 11 ആണ്. അതേ 420 കിട്ടുന്നതോ 2 × 2 × 3 × 5 × 7 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? HCF ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? കോമൺ ആയിട്ട് വരുന്നതിനെ എടുത്തെഴുതുക അല്ലേ. അപ്പോൾ 2 × 2 × 3 എത്ര വരിക? 2 × 2 × 3 എത്രയാ? 2 × 2 × 3 എത്രയാ? ദയ, 2 × 2 × 3 എത്രയാ? 12. അതാണ് ആൻസർ കേട്ടോ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എ ട്രെയിൻ സ്റ്റാർട്ടഡ് ഫ്രം ഡൽഹി അറ്റ് 8:15 AM and reached Ajmer at 2:30 PM. The time taken by the train to reach Ajmer from Delhi. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? 2:30 PM ആണ്. നമ്മൾ 8:15 AM നമ്മൾ പുറപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ 8:15 AM നിന്ന് 2:30 PM വരയ്ക്ക് നമ്മൾ പോകണം. സോ 9:15 എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ, 10:15 എന്ന് പറയുമ്പോൾ 2 മണിക്കൂർ, 11:15 3 മണിക്കൂർ, 12:15 4 മണിക്കൂറായി, 1:15 പിന്നെ 2:15 ഇതുവരെയ്ക്ക് എനിക്ക് കിട്ടി. എത്രയാണ്? 1 2 3 4 5 6 hours കിട്ടി. 6 hours കിട്ടി. പിന്നെ ഇവിടെ 2:15 ആയി. എനിക്ക് 2:30 ആണ് വരേണ്ടത്. അപ്പോൾ 15 minutes കൂടി. അപ്പോൾ 6 മണിക്കൂറും 15 മിനിറ്റും. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? നോക്കൂ, കിട്ടിയാ? അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡെസിമൽ ഈക്വലന്റ് ഓഫ് 12 1/16 ഇയേഴ്സ് എത്രയാ വരിക? 1/16. 1നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യൂ. എത്രയാ വരുന്നത് നോക്കൂ. 1നെ 12 പോയിന്റ്, അത് അങ്ങനെ തന്നെ വന്നിട്ടുള്ളത്, എല്ലാറ്റിലും 12 പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇത് വിട്ടോളൂ. എന്നിട്ട് 1/16, 1നെ 16 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. എത്ര ആൻസർ വരിക?
ഒന്നിനെ 16 കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് ആൻസർ പറയൂ. 16 ഒന്നിനെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഹരിക്കണം. ഒന്നിനെ 16 കൊണ്ട് ഹരിക്കണം. എന്താ ആൻസർ വരിക? 16. ഒരിക്കലും അല്ല. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ അങ്ങനെ വരുള്ളൂ. നോ, തീർച്ചയായിട്ടും അല്ല. എല്ലാം മറന്നു പോയില്ലേ? എല്ലാം മറന്നു പോയില്ലേ? ഒന്നിനെ 16 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 1 നമ്മൾ എഴുതി, 16 എഴുതി. അപ്പോൾ 1 എന്ന് പറയുന്നത് 16നേക്കാളും ചെറുതാണോ വലുതാണോ? വലുത്. 1 എന്ന് പറയുന്നത് 16നേക്കാളും ചെറുതാണോ വലുതാണോ? വലുത്. എടാ, 1 വലുതാണോ നിനക്ക് 16നേക്കാളും? ചെറുത്. അപ്പോൾ ഇവിടെ ഒരു സിംഗിൾ ഡിജിറ്റേ ഉള്ളൂ, ഇവിടെ 16 ഉണ്ട്, ഡബിൾ ഡിജിറ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു പോയിന്റ് വെച്ച് കൊടുക്കും. 0 വെച്ചിട്ട് ഒരു പോയിന്റ് വെച്ചിട്ട് ഇവിടെ ഒരു 0 ചേർത്തി കൊടുക്കും. അങ്ങനെ 0 ചേർത്തി കൊടുത്തപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? 10 എന്ന് വന്നു. ഇപ്പോൾ 10 ആണോ വലുത് 16 ആണോ വലുത്? 16. അപ്പോഴും നമുക്ക് തികയുന്നില്ല അല്ലേ? തികയുണ്ടോ? ഇല്ല. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഒരു 0 കൂടി ചേർത്തിട്ട് ഇവിടെ ഒരു 0 ചേർത്തി കൊടുക്കണം. അപ്പം 100. 100ൽ എത്ര 16 ഉണ്ട്? 16ന്റെ ടേബിൾ പഠിക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? 16ന്റെ ടേബിൾ അറിയുകയാണെങ്കിൽ ഇത് എളുപ്പമാണ്. ഒന്ന് എഴുതിയെടുക്കൂ 16ന്റെ ടേബിൾ, ഒരു 5 വരെയെങ്കിലും 16ന്റെ ടേബിൾ എഴുതിയെടുക്കൂ, കൂട്ടി എഴുതിയെടുക്കൂ. ഞാൻ എഴുതിയെടുക്കൂ. 1 16s are 16, 2 16s are 32, 3 16s are 48. ഞാൻ എഴുതിയെടുക്കൂ. ഒരു 10 വരെ എഴുതിയെടുക്കൂ. 10 വരെ ആവശ്യമില്ല. ശരി, 10 വരെ തന്നെ എഴുതിയെടുത്തോളൂ. എഴുതി കഴിഞ്ഞോ?
കഴിഞ്ഞോ? ചോദിച്ചോട്ടെ? ഓക്കെ. സോ 416 സാർ എത്രയാണ് വന്ന്? 216 സാർ 32 ആണെങ്കിൽ 416 സാർ ഇതിൻ്റെ ഡബിൾ ആയിരിക്കും, അപ്പോൾ 64 വരും. ഇനി 516 സാർ എത്രയായിരിക്കും? ഈ 216 സാറിനെയും ഈ 316 സാറിനെയും ആഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 18. 616 സാർ എത്രയായിരിക്കും? 316 സാർ 48 ആണ്, അതിൻ്റെ ഡബിൾ, അപ്പോൾ 96. ഇനി 716 സാർ എത്രയായിരിക്കും? 316 സാറേയും 416 സാറിൻ്റെയും രണ്ടിൻ്റെയും ആഡ് ചെയ്താൽ മതിയാകും. സോ നമുക്ക് 112 കിട്ടും അല്ലേ? 112 അല്ലേ കിട്ടിയത്? ഇപ്പം നമുക്ക് ആവശ്യം ഇവിടെ 100 വരെ മാത്രമാണ്, അപ്പോൾ ഇതുവരെ നോക്കിയാൽ മതിയാവും. സോ അപ്പം നമുക്ക് എത്ര തവണ എടുക്കാം? 6 തവണ എടുക്കാം. അപ്പോൾ 6 തവണ എടുത്താൽ 96 വന്നു, ബാലൻസ് 4 വന്നു. വീണ്ടും നമ്മൾ 0 ചേർത്ത്, അപ്പം 40-ൽ 16 എത്ര തവണയുണ്ട്? 40-ൽ, അപ്പോൾ 32 വരെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ 2 തവണയുണ്ട്, 32 എടുക്കാം, ബാലൻസ് 8. വീണ്ടും 0 ചേർത്ത്, അപ്പോൾ 80-ൽ 16 എത്ര തവണയുണ്ട്? 5 തവണയുണ്ട്. സോ കഴിഞ്ഞു. അങ്ങനെ നമുക്ക് കിട്ടിയ ആൻസറാണ് 0.0625. നമുക്ക് ഓൾറെഡി ഇവിടെ 12 ഉണ്ട് അല്ലേ? ആ 12 1/16 എന്നാണ് ക്വസ്റ്റ്യൻ. ഈ 12 ഇവിടെ എഴുതി കൊടുക്കുക. രണ്ടിനെ ആഡ് ചെയ്യുമ്പോൾ 12.0625 ആണ് ആൻസർ. 12.0625 ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 56-ന് ആൻസർ എത്രയാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ. ഇനി 57-ഉം 58-ഉം ഒക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന് ചെയ്തു നോക്കൂ.
എഴുതിയാ? എത്ര കിട്ടി? എളുപ്പമായിരുന്നു. എത്ര കിട്ടി കിഷാൻ? ഇപ്പം റീസെൻ്റ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നു കേട്ടാ. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടതാണ്. ജസ്റ്റ് നിങ്ങൾ ഈ പോയിന്റിനെ ഒന്ന് മറന്നിട്ട് 3003 × 15 ചെയ്യുക. അപ്പോൾ ഒരു ആൻസർ കിട്ടും. പിന്നെ പ്ലസ് ഇവിടെ അതേപോലെ അതിൻ്റെ കൂടെ നമുക്ക് എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എത്ര പോയിന്റ് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട്? 3 ഡിജിറ്റ്. ഇവിടെ 58 വരില്ലല്ലോ. ആകെ കൂടി ഓപ്ഷൻ 48, 50, 49. അതല്ല മാം, 58 ക്വസ്റ്റ്യൻ ഇല്ല, 58ാമത്തെ ക്വസ്റ്റ്യൻ അത് കിട്ടി. അത് ചെയ്തോ? എത്രയാ കിട്ടിയത് 58-ന്? ബി. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഡി അല്ലല്ലോ. 7.7, 7.07, 7.007, 77.0077 ഇങ്ങനെയല്ലേ ഉള്ളത്? 7 ഇവിടെ ഒരു 14, ഇവിടെ ഒരു 8, ഇവിടെ ഒരു 7, 28, 2, 98.78, 98.7847 ആണ് ആൻസർ. ഓക്കെ. 57-ന് എന്താ കിട്ടിയത്? 51 ആണോ? 51 കിട്ടിയോ? പക്ഷെ 50 ആണല്ലോ കിഷാൻ ആൻസർ. ഒന്നുകൂടി ചെയ്തു നോക്കൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 59. ദ ഡിഫറൻസ് ബിറ്റ്വീൻ 6 ഡിജിറ്റ് സ്മോളസ്റ്റ് നമ്പർ. 6 ഡിജിറ്റ് സ്മോളസ്റ്റ് നമ്പർ ഏതാ? ആൻഡ് 4 ഡിജിറ്റ് ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാ? ഓർമ്മയുണ്ടോ? കിഷാന് ഒരുപാട് തവണ പറഞ്ഞു തന്നിട്ടുള്ളതാ. 2 ഡിജിറ്റ് സ്മോളസ്റ്റ് നമ്പർ 10, 2 ഡിജിറ്റ് ഗ്രേറ്റസ്റ്റ് നമ്പർ 99 ആണ്. അതുപോലെ 6 ഡിജിറ്റ് സ്മോളസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് 1-ന്റെ ശേഷം 5 സൈഫർ ഇട്ട് കൊടുത്തോളൂ. ഇതാണ് 6 ഡിജിറ്റ് ആയിട്ടുള്ള സ്മോളസ്റ്റ് നമ്പർ. ആണോ? ഓപ്ഷൻ ഡി ആ? 59-നോ? ആണോ? ഞാൻ പറയാം. 4 ഡിജിറ്റ് ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 9 ഇട്ട് കൊടുക്കുക. ഈ മൈനസ് ചെയ്യുക. അപ്പോൾ ഇവിടെ 1, ഇവിടെ 9 ആയിരിക്കും. 0 0 0 9 ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി ന്യൂമറൽ ഫോർ 2,02,000 ഇസ്. ന്യൂമറൽ ഫോർ 2,02,000 ഇസ് എത്രയാ വരിക? ഏത് ഓപ്ഷൻ വരിക 60-ന്റെ ക്വസ്റ്റ്യന്? 2,02,000 is B. Option B. ഇവിടെ 2,000, 2,02,000 ആണ് പറയുന്നത്. ഇത് 200 അല്ലേ ഉള്ളൂ. കിഷാൻ 2 ലാക്സിന് എത്ര സൈഫറാണ് വരേണ്ടത്? എത്രയാണ് വരേണ്ടത്? സി ആണ് ആൻസർ കേട്ടോ. സി ആണ് കറക്റ്റ്. അതെയോ? ഓക്കെ ഓക്കെ ഗുഡ്. സോ നോക്കൂ, നമ്മൾ ഇന്നത്തെ ഇതുവരെയുള്ള ക്ലാസ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ മാത്രം സ്കിപ്പ് ചെയ്തിരിക്കണമെന്ന് മാത്രം പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ് വന്നിട്ട് റൗണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കൂ, 42, 43, 44 3എണ്ണമായി. 47, 4, 5, 6, 7 ക്വസ്റ്റ്യനെ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 20 ക്വസ്റ്റ്യനിൽ നമ്മൾ എത്ര ക്വസ്റ്റ്യനെ സ്കിപ്പ് ചെയ്തിട്ടുള്ളൂ? 7 ക്വസ്റ്റ്യൻ. അപ്പോൾ 13 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 13 ടോപ്പിക്സ് ഞാൻ കവർ ചെയ്യിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. ബാലൻസ് 7 ക്വസ്റ്റ്യനെ ചെയ്യാൻ പറ്റാത്തതുള്ളൂ. അത് ഞാൻ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഒന്നൊന്നായിട്ട് ഓരോരോ ടോപ്പിക്കായിട്ട് ഞാൻ കവർ ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 15 മിനിറ്റ് റെസ്റ്റ് എടുത്തോ, എന്നിട്ട് വീണ്ടും റീജോയിൻ ചെയ്തോ കേട്ടോ. ഓക്കെ, അപ്പോൾ ബൈ.